പശുവിറച്ചി വിളമ്പിയെന്ന ഹിന്ദുസേനയുടെ ആരോപണത്തെ തുടർന്ന് ദില്ലി കേരള ഹൌസിൽ പോലീസ് റെയ്ഡ് നടത്തിയ സംഭവത്തിൽ രാജ്യമെങ്ങും വ്യാപക പ്രതിഷേധം. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പോത്തിറച്ചി പോലും തൽക്കാലത്തേക്ക് വിളമ്പേണ്ട എന്ന് കേരള ഹൌസ് അധികൃതർ തീരുമാനിച്ചു. ദില്ലി പോലീസിന്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. ഇന്നലെ വൈകിട്ടാണ് ദില്ലി കേരള ഹൌസിലെ സമൃദ്ധി റെസ്റ്റോറന്റിൽ ബീഫിന് പകരം പശുവിറച്ചി വിളമ്പിയെന്നാരോപിച്ച് പോലീസ് റെയ്ഡ് നടത്തിയത്. റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ മലയാളി യുവാവും 2 കർണാടക സ്വദേശിയുമാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. റെസ്റ്റോറന്റിലെ വിലയോര പട്ടികയിൽ ബീഫ് എന്നത് മലയാളത്തിലും മറ്റു വിഭവങ്ങളുടെ പേര് ഇംഗ്ലീഷിലുമാണ് കുറിച്ചിരുന്നത്. ഇതിന്റെ ചിത്രമെടുക്കാൻ ശ്രമിച്ചത് ജീവനക്കാർ ചോദ്യം ചെയ്തു. തുടർന്ന് 30ലധികം വരുന്ന പോലീസ് സംഘം ക്യാൻറ്റീനിലെത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പശുവിറച്ചിയല്ല, പോത്തിറച്ചിയാണ് വിളമ്പെന്ന് ക്യാൻറ്റീൻ അധികൃതർ അറിയിച്ചതോടെ പോലീസ് മടങ്ങി. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഫ് വിഭവങ്ങൾ തൽക്കാലത്തേക്ക് വിൽപ്പന നടത്തേണ്ടില്ലെന്നാണ് ക്യാൻറ്റീൻ അധികൃതരുടെ തീരുമാനം. ക്യാൻറ്റീന് പോലീസ് സംരക്ഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇഷ്യൂയായി മാറിയ ശേഷം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം. ഇത് റൺ ചെയ്യുന്നത് സ്റ്റാഫ് ക്യാൻറ്റീനാണ്, സ്റ്റാഫ് കമ്മിറ്റിയാണ്, 5 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ആദ്യം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് മുകളിലോട്ട് അറിയിച്ചിട്ടുമുണ്ട്. കേരള ഹൌസ് സ്വകാര്യ ഹോട്ടലിൽ നിന്നും പോലീസ് നടപടി തെറ്റായിപ്പോയെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. അതിനകത്ത് ഡൽഹി പോലീസ് മിതത്വം പാലിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണുള്ളത്. ഇത് സ്വകാര്യ ഹോട്ടലോ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഹോട്ടലോ ഒന്നുമല്ല. അനുമതിയില്ലാതെ നടത്തിയ പരിശോധനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ പറഞ്ഞു. Yesterday, we are told that some activists entered the Kerala House without the permission of the resident commissioner or the controller of the Kerala House. We are taking objection to that. We are complaining to the DCP. കേരള ഹൗസിൽ വിളമ്പിയത് പോത്തിറച്ചിയാണ്. ജനങ്ങളുടെ ആവശ്യവും നിയമവും അനുസരിച്ച് പോത്തിറച്ചി വിഭവങ്ങൾ വിൽക്കുന്നതിൽ തെറ്റില്ലെന്നും ജിജി തോംസൺ പറഞ്ഞു. റിപ്പോർട്ടർ, ദില്ലി.